കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഒന്നായ വാഗമൺ ശോചനീയ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മല മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് വൃത്തിയാക്കാൻ പോവാണ്. നിങ്ങൾ ഈ വീഡിയോ ഒരു ഷെയർ ചെയ്യുവാണെങ്കിൽ ഞാൻ 1 kg ട്രാഷ് വെച്ച് ഞാൻ കളക്ട് ചെയ്യും. തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്കുള്ള നമ്മുടെ ക്ലീൻ കേരള യാത്രയുടെ 7ാമത്തെ ദിവസമായിരുന്നു ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കിയിലെ വാഗമണ്ണ് വഴി പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. എങ്കിൽ പിന്നെ ഇതങ്ങ് വൃത്തിയാക്കി കൊടുക്കാമെന്നോർത്തു. വാഗമണ്ണടുത്ത റിസോർട്ടിൽ തലേന്ന് തന്നെ ഞങ്ങൾ റൂം എടുത്തിരുന്നു. രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഇന്ന് ഞങ്ങൾക്ക് തൃശ്ശൂരേക്ക് യാത്ര തിരിക്കേണ്ടതാണ്. തൃശ്ശൂരാണ് നാളത്തെ ക്ലീനിങ്. അതുകൊണ്ട് തന്നെ കുറേയധികം നേരത്തെയാണ് എണീറ്റത്. 5 മണിയായപ്പോൾ എണീറ്റു, 5:30 ആയപ്പോൾ ഇറങ്ങി. നല്ല തണുപ്പുണ്ട്. നേരം പതിയെ വെളുത്തു വരുന്നതേ ഉള്ളൂ. വാഗമണ്ണല്ലേ, നല്ല കോടയുണ്ട്. കാറിന്റെ ഗ്ലാസ്സിലെല്ലാം പെട്ടെന്ന് തന്നെ മഞ്ഞാവുന്നു. ഭയങ്കര തണുപ്പാണ്. എങ്കിലൊരു ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്നോർത്തു. ആദ്യം കണ്ട കടയാണ്. ക്രിസ്മസിന്റെ അലങ്കാരപ്പണികളൊക്കെ ആയിട്ടുണ്ട്. കടുപ്പത്തിൽ 2 ചായ കുടിച്ച ശേഷം അവിടെ നിന്നും യാത്ര തിരിച്ചു. ഞാൻ മൊട്ടക്കുന്നിന്റെ ഏരിയയിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മൾ ഇന്നലെ കണ്ട വേസ്റ്റുകളെല്ലാം കണ്ടുവച്ചിരിക്കുന്നത്. ഒരുപാടധികം ഉണ്ട്. പോകുന്ന വഴിയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഇതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. എന്തുമാത്രം വേസ്റ്റുകളാണ് എന്ന് നോക്കിക്കേ. ഒരുപാടധികമുണ്ട്. ടൂറിസ്റ്റുകൾ കൊണ്ട് ഇടുന്നതാണ് എന്ന് തോന്നുന്നു. ഇവിടെ മിക്കവാറും ഫുഡ് കഴിക്കാനായി വണ്ടി നിർത്തുന്ന സ്ഥലമായിരിക്കാം. കൂടുതലും ഭക്ഷണം കഴിച്ച പ്ലേറ്റുകളാണ്. എല്ലാവരും ഇവിടെ തന്നെ എറിഞ്ഞിട്ട് പോകുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ സമൂഹം? നമ്മുടെ കാടിനെയും പ്രകൃതിയെയും എല്ലാം അവർ വൃത്തികേടാക്കുകയല്ലേ ചെയ്യുന്നത്. മൊട്ടക്കുന്നിന്റെ താഴ്ഭാഗത്തുള്ള കാഴ്ചയാണ്. ഇവിടെയെല്ലാം ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിച്ച ശേഷം വേസ്റ്റുകൾ അവിടെ തന്നെ തള്ളുന്നു. പാറപ്പുറമായതുകൊണ്ട് നല്ല സുഖമാണല്ലോ ഇരിക്കാൻ. അങ്ങനെ ആ തണുപ്പത്തിരുന്ന് ഭക്ഷണം കഴിച്ച് പ്ലേറ്റുകളെല്ലാം അവിടെ തള്ളിയതാണ്. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ കോട്ടൺ ടൈപ്പ് ഫുൾ സ്ലീവ് ടീഷർട്ടാണ് ഞാൻ ഇട്ടത്. ആദ്യം തന്നെ ഗ്ലൗസ് ഇട്ട് പരിപാടി തുടങ്ങാമെന്ന് തീരുമാനിച്ചു. 2 കൈയിലും ഗ്ലൗസ് ഇട്ട ശേഷം കാറിൽ നിന്നും ചൂലെടുത്ത് സെറ്റ് ചെയ്തു. ഇതാവുമ്പോൾ അടിക്കാനായി എളുപ്പമാണല്ലോ. അടിച്ച് വേസ്റ്റുകൾ ഒരു സ്ഥലത്ത് കൂട്ടി വെക്കുകയാണെങ്കിൽ വാരാൻ എളുപ്പമാണ്. ഇന്നത്തെ ജോലിക്കായി ഗോപീഷാണ് മുമ്പിൽ നിൽക്കുന്നത്. അവൻ ചൂലും ബാഗുമായി ഇറങ്ങി. പെട്ടെന്ന് തന്നെ വേസ്റ്റുകളെല്ലാം കളക്ട് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ളതാണ്. ഞാനും പതിയെ ചൂലെടുത്ത് വേസ്റ്റുകളെല്ലാം ഒരേ സ്ഥലത്തേക്കായി കൂട്ടാൻ തുടങ്ങി. അനവധി പേപ്പർ പ്ലേറ്റുകൾ ഉണ്ട്. ഇതെല്ലാം വാരിയെടുക്കണം. ചൂലിനടിച്ചാൽ ഇത് പോരില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വാരി ഒരു സ്ഥലത്തേക്ക് കൂട്ടുകയാണെങ്കിൽ ചെറുതെല്ലാം നമുക്ക് ചൂല് വെച്ച് അടിച്ചെടുക്കാലോ. ചാക്കുകളെല്ലാം ഓരോന്നായി നിറയാൻ തുടങ്ങി. ഈ പേപ്പർ പ്ലേറ്റുകൾ ആയതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നിറയുന്നത്. എന്നത്തെയും പോലെ ഗോപീഷ് ഇന്നലെ ഉത്സാഹിച്ച് പണിയെടുക്കുന്നുണ്ട്. പുറത്തു കിടക്കുന്ന മാലിന്യങ്ങൾ വാരാൻ പിന്നെയും എളുപ്പമാണ്. പക്ഷെ അകത്തേക്ക് എറിഞ്ഞിരിക്കുന്നവയോ അതിനകത്ത് നിറയെ മുള്ളുകളായിരുന്നു. ഒരു വിധത്തിലാണ് അതിൽ നിന്നും വേസ്റ്റ് കളക്ട് ചെയ്തത്. എങ്കിലും പേടിച്ചാണ് കയറിയത് തന്നെ. കാരണം വല്ല പാമ്പുകളും ഉണ്ടെങ്കിൽ കടിയേറ്റാലോ. കാടിന്റെ ഉള്ളിൽ അകത്തേക്ക് മാറി കിടക്കുന്ന പ്ലാസ്റ്റിക് ഒരു വിധത്തിലാണ് ഞാൻ കമ്പുകൾ ഉപയോഗിച്ച് തോണ്ടിയെടുത്തത്. അതിന് നിറയെ മുള്ളുകളായിരുന്നു. അതിനിടയിലേക്ക് കയറാൻ പോലും സാധിക്കില്ല. അങ്ങനെ ഒരു വിധത്തിൽ കമ്പ് വെച്ച് തോണ്ടി ഞാൻ എടുത്തു. പേപ്പർ പ്ലേറ്റുകളൊക്കെ വാരി ഒരു സ്ഥലത്തേക്ക് തന്നെ കൂട്ടി. ചാക്കിനകത്ത് വരെ മാലിന്യങ്ങൾ അവിടെ കൊണ്ടേ നിക്ഷേപിച്ച ആളുകളും ഉണ്ടായിരുന്നു. പുല്ലുകളിലെല്ലാം വെള്ളം പറ്റിക്കിടക്കുന്നത് കൊണ്ട് അടിച്ചാൽ പോവില്ല. അതുകൊണ്ട് ഇരുമ്പ് വെച്ചുള്ള ചൂലാണ് ഇന്ന് ഞാൻ എടുത്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നെല്ലാം അടിച്ചാൽ നീങ്ങുന്നുണ്ട്. പ്രഭാത കർമ്മത്തിനായി ആരൊക്കെയോ കാട്ടിലേക്ക് പോകുന്നുണ്ട്. ടൂറിസ്റ്റുകളാണ്. അവിടുത്തെ വേസ്റ്റുകളൊക്കെ ഏകദേശം നീക്കം ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് ഈ മലയുടെ താഴ്വാരമാണ്. ഇവിടെയും നിറയെ വേസ്റ്റുകൾ കിടക്കുകയാണ്. എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ച് പ്ലേറ്റുകൾ ഇവിടെ നിരത്തുന്നതാണ്. ഇതും ഇനി വൃത്തിയാക്കണം. മുഴുവൻ ചെയ്യാന്ന് പറഞ്ഞ ചെറിയ ടാസ്ക് ഒന്നുമല്ല. രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. ഇതുവരെയായിട്ട് ഒന്നും ആയിട്ടില്ല. ഈ മല മുഴുവൻ എനിക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കിടക്കുകയാണ്. എന്തായാലും ഞാനിത് ചെയ്യും. ഞാനിത് ചെയ്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. ഇതെല്ലാം ടൂറിസ്റ്റുകൾ ഇതെല്ലാം കാണുക. നിങ്ങൾ ടൂറിസ്റ്റുകൾ ഇതൊക്കെ കാണുക. എന്തേലും വേസ്റ്റ് ആണ് ഇവിടെ കൊണ്ട് ഇട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കും. ഇത് മുഴുവൻ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ വീഡിയോ അധികമായി ഒന്നും എടുക്കാൻ സാധിച്ചില്ല. കുറച്ചെടുത്തതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടുള്ള കാഴ്ച ഇപ്പോൾ തന്നെ ഞാൻ കാണിക്കാം. ചെയ്യുന്നതിന് മുമ്പുള്ള അവിടുത്തെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതാണ് ചെയ്തു കഴിഞ്ഞപ്പോഴുള്ള അവിടുത്തെ കാഴ്ച. ഇനി ആ മലയുടെ താഴ്ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കിടന്ന മലയുടെ താഴ്ഭാഗമാണ് ഇങ്ങനെയാക്കി എടുത്തത്. ഇനിയും ദയവായി ആരും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച ശേഷം വേസ്റ്റുകൾ ഇവിടെ നിക്ഷേപിക്കാതിരിക്കുക. പഞ്ചായത്തിൽ നിന്നും വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ വണ്ടിയുടെ ഡിക്കിയിൽ വേസ്റ്റുകളൊക്കെ കയറ്റി പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് ബൂത്തിന്റെ മുമ്പിൽ കൊണ്ടേ വെക്കാമെന്നോർത്തു. അവിടെ നിന്നും കുറച്ച് ദൂരമുണ്ടായിരുന്നു.
കുറേയധികം വേസ്റ്റുകളും ഉണ്ടായിരുന്നു. 2-3 ട്രിപ്പായാണ് ഞങ്ങൾ വേസ്റ്റുകൾ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴുള്ള അവസ്ഥ ഇതായിരുന്നു. വർഷങ്ങളായി ആരും വേസ്റ്റുകളൊന്നും കളക്ട് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ വേസ്റ്റുകൾ അവിടെ തന്നെ വെച്ചു. അവരെ വിളിച്ച് വിവരം അറിയിച്ചു. ഇവിടെ നിന്നെങ്കിലും വേസ്റ്റുകൾ അവർ കളക്ട് ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി ഇവിടെ നിന്നും യാത്രയാവുകയാണ്. ഇനി തൃശ്ശൂർക്കാണ് പോകുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടെ കൊടുക്കുക.